ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തേത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ലെവൽ ക്രോസ് കളക്ഷനാണ്. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ തിയേറ്ററുകളിൽ അങ്ങനെ വലിയ പരാജയം നഷ്ടമുണ്ടാക്കുന്ന സിനിമയായിട്ട് മാറുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം ഞായറാഴ്ച 19 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച 9 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടും ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ വെറും 90 ലക്ഷം ഗ്രോസ് കളക്ഷൻ വന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 1,10,00,000 കളക്ഷനെ 4 ദിവസങ്ങൾ കൊണ്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനിയും സിനിമയുടെ ഷെയർ കളക്ഷൻ പോലും 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. ഇനിയും 1,50 ലക്ഷത്തിലേക്ക് പോലും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിയിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വൻ ദുരന്തമാകുന്ന സിനിമയായിട്ട്, വൻ നഷ്ടമാകുന്ന സിനിമയായിട്ട് ലെവൽ ക്രോസ് മാറാനുള്ള സാധ്യതകളുണ്ട്. 10-20 കോടി റേഞ്ചിലാണ് സിനിമയ്ക്ക് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. റാമിന്റെ നിർമ്മാതാവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ലെവൽ ക്രോസിന്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. അടുത്ത റിപ്പോർട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായ ടൊവിനോ നായകനെത്തുന്ന അജയന്റെ രണ്ടാം മോഷണത്തിന്റെ റിപ്പോർട്ടാണ്. ചിത്രത്തിന്റെ കാത്തിരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇങ്ങ് വന്നിരിക്കുകയാണ്. നാളെ വൈകിട്ട് സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് പുറത്തുവരുമെന്നൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ലിസ്റ്റൺ സ്റ്റീഫൻ നിർമ്മിച്ച് ജിതൻ ലാൽ സംവിധാനം ചെയ്ത ടൊവിനോ 3 വ്യത്യസ്ത വേഷങ്ങളിലെത്തുന്ന 3 കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നാളെ വൈകിട്ട് 5 മണിക്ക് പുറത്തുവരും. നിലവിൽ ഓണം റിലീസ് ചാർട്ട് ചെയ്ത സിനിമയുടെ ഓണം റിലീസ് തീയതി പ്രഖ്യാപനമായിരിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. 3D സിനിമയായിട്ട് വരാനിരിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമ നേരത്തെ 2023 ഫെബ്രുവരിയിൽ മുഴുവൻ ചിത്രീകരണം പാക്കപ്പായ സിനിമ കൂടിയായിരുന്നു. അപ്പോൾ നാളെ വരാനിരിക്കുന്ന ARM എന്ന സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.